നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ് ആൻഡ് അഡ്വഞ്ചർ ഇൻ മഡഗാസ്കർ ഭാഗം 7. അഫ്രർ പ്രഭുവിന്റെ അരികിൽ നിന്നും സെയിന്റ് അഗസ്റ്റിൻ തുറമുഖം ലക്ഷ്യമാക്കി കടന്നുകളഞ്ഞ റോബിൻ വിജനമായ പാതകളിലൂടെ മുന്നോട്ട് നീങ്ങി. 21-ാം ദിവസം വഴിയിൽ ഒന്നോ രണ്ടോ മനുഷ്യരെ കണ്ടെങ്കിലും അവരെ റോബിന്റെ വെളുത്ത് പാണ്ടുപിടിച്ച രൂപം കണ്ട് ഭയന്ന് ഓടിയകലുകയാണ് ചെയ്തത്. ഒരു ചത്ത കാളയും ചുമന്നുകൊണ്ടാണ് അവർ വന്നത്. അവർ ഓടിപ്പോയതോടെ ആ കാളയുടെ ഇറച്ചി എടുക്കുവാനായിട്ട് റോബിന് സാധിച്ചു. ഇതേസമയം കുറച്ചകലെ കിഴക്ക് ഭാഗത്തു നിന്ന് കനത്ത പുക മുകളിലേക്ക് ഉയരുന്നത് റോബിൻ കണ്ടിരുന്നു. ഏതാനും മൈലുകൾക്കുള്ളിൽ ഒരു ഗ്രാമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ 23-ാം ദിവസം വീണ്ടും പുക കണ്ടു തുടങ്ങി. ഇപ്പോൾ അത് വളരെ അടുത്താണ്. റോബിൻ നടപ്പിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അവസാനം വലിയൊരു നദിയുടെ തീരത്താണ് അവൻ എത്തിച്ചേർന്നത്. ഒരുപക്ഷെ അധികം ദൂരെയല്ലാതെ തുറമുഖം കണ്ടേക്കാം. അവന്റെ മനസ്സൊന്ന് പിടഞ്ഞു. എന്നാൽ ആ നദിയുടെ വിസ്താരം റോബിനെ അമ്പരപ്പിച്ച് കളഞ്ഞു. ഇംഗ്ലണ്ടിലെ തേംസ് നദിയുടെ ഏതാണ്ട് ഇരട്ടിയോളം വരുമായിരുന്നു അത്. വിശാലമായ ആ നദി എങ്ങനെ കുറുകെ കിടക്കും എന്നതായിരുന്നു റോബിന്റെ പിന്നീടുള്ള ചിന്ത. നേരം ഇരുട്ടി തുടങ്ങി. ആഹാരം കഴിച്ച ശേഷം തീ കൂട്ടി പലവിധ ചിന്തകളോടെ അന്ന് രാത്രി അവൻ നദിക്കരയിൽ ചിലവഴിച്ചു. രാവിലെ ഉറക്കമുണർന്നതോടെ പുതിയൊരു ആശയം റോബിന്റെ മനസ്സിൽ ഉണ്ടായി. അവൻ നിലത്ത് വീണ് കിടന്നിരുന്ന ചില ചെറുതടികൾ ഉരുട്ടി തീരത്ത് കൊണ്ടിട്ടു. ശേഷം സാമാന്യം വലിപ്പവും നീളവുമുള്ള കുറെ കാട്ടുവള്ളികൾ കൊണ്ട് അവയെ കൂട്ടിക്കെട്ടി യോജിപ്പിച്ച് ചെങ്ങാടം പോലെ പൊങ്ങിക്കിടക്കുന്ന പരുവത്തിലാക്കി. അവസാനം ഒരു വിധത്തിൽ അതിൽ കയറി കൂട്ടിയിട്ട് വലിയ പരിക്കുകളൊന്നും കൂടാതെ തന്നെ അവൻ അക്കരെ എത്തുകയും ചെയ്തു. മറുകര എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്തോ വലിയൊരു കാര്യം ചെയ്തതുപോലെയാണ് അവന് തോന്നിയത്. അന്ന് അധിക ദൂരം മുന്നോട്ട് നടക്കാനായിട്ട് അവന് സാധിച്ചില്ല. കുറച്ച് മാറി ഒരിടത്ത് തീ കൂട്ടി അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെ 24-ാം ദിവസം പ്രഭാതമായി. നദിയുടെ മറുഭാഗത്തുള്ള അത്രയും കാലിക്കൂട്ടങ്ങൾ ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചില്ല. ഇനി കൂടുതൽ ജനവാസമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്നത്തെ ദിവസം റോബിൻ പതിവിലും കൂടുതൽ ദൂരം സഞ്ചരിച്ചു. ആരെയെങ്കിലും വഴിയിൽ കണ്ടുമുട്ടുവാനായിട്ട് അവന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ട്രോങ്ക പ്രഭു മുമ്പ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗ്രാമം ഈ നദിയുടെ വടക്ക് ഭാഗത്ത് ആണെന്നാണ്. റോബിൻ ഇപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടുള്ള വഴിയിൽ അനേകം പനകൾ കണ്ടു തുടങ്ങി. ഈ പനകളുടെ ഇലകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ളവർ കുട്ടകളും പായകളും തൊപ്പികളുമൊക്കെ അക്കാലത്ത് നിർമ്മിച്ചിരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പനകളുടെ ഇനങ്ങൾ അല്ലെങ്കിൽ ജാതികൾ ഉള്ള സ്ഥലമാണ് മഡഗാസ്കർ. 200ഓളം തരം പനകളാണ് മഡഗാസ്കറിൽ ഉള്ളത്. അതിൽ തന്നെ 98% ഭൂമിയിൽ മറ്റൊരിടത്തും ഇല്ലാത്തവയുമാണ്. ഇക്കൂട്ടത്തിൽ ബിസ്മാർക്കിയ എന്ന ഇനം പനകളുടെ ഇലകൾ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ വീടുകളുടെ മേൽക്കൂരകളും കുട്ടകളും പായകളുമൊക്കെ നിർമ്മിച്ചിരുന്നത്. മലഗാസിയിൽ സട്രാന എന്നാണ് ഈ പനയെ വിളിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുവാനും ഈ ബിസ്മാർക്കിയ പനകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മാർക്കറ്റിൽ മഡഗാസ്കർ പാം എന്ന പേരിൽ അറിയപ്പെടുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള മരം പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പനയെ അല്ല, ആ പനയുടെ വർഗത്തിൽപ്പെടുന്ന ഒന്നല്ല. വെളുത്ത വലിയ പൂക്കളുണ്ടാവുന്ന ഈ മരം കാണുവാൻ പക്ഷേ നല്ല ഭംഗിയാണ്. ഈ റോബർട്ട് ഡ്രൂറി റോബിന്റെ പോലുള്ള കഥകൾ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടാവാം, ചിന്തിപ്പിക്കുന്നുണ്ടാവാം, ഒരു പക്ഷേ സങ്കടപ്പെടുന്നുണ്ടാവാം. പലപ്പോഴും മനുഷ്യജീവിതം എത്ര ഉറപ്പില്ലാത്ത സംഗതിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. ഒരു രോഗം വന്നാൽ തന്നെ ചിന്തിച്ചു നോക്കും. ഒരു സാധാരണ പനിയോ ചുമയോ അല്ല, പകരം ഹൃദ്രോഗമോ ക്യാൻസർ പോലുള്ള രോഗങ്ങളോ വന്നാൽ അതിന് ഒരു 10-30 ലക്ഷമെങ്കിലും ചിലവ് വരും. സത്യത്തിൽ നമ്മൾ എത്ര പേർക്ക് ഈ തുക പെട്ടെന്ന് എടുക്കാനായിട്ട് കയ്യിലുണ്ടാവും? ഈ സമയത്ത് പലരും ചിന്തിക്കും, വീട്ടിലെ സ്വർണം വിൽക്കാം, വീട് പണയം വെക്കാം, അല്ലെങ്കിൽ പറമ്പ് വിൽക്കാം എന്നൊക്കെ. പക്ഷെ അങ്ങനെ നമ്മുടെ ആയുസ്സിൽ നമ്മൾ സമ്പാദിച്ചൊക്കെയും കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ആശുപത്രി ചിലവായാൽ ഭാവിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പ്രാധാന്യം. ഇപ്പോൾ മാസം 400-500 രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകൾ നിലവിലുണ്ട്. അത്തരം പ്ലാനുകൾ നൽകുന്ന ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. 1 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ പ്രവാസികൾ നാട്ടിലെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 18% GST അടയ്ക്കേണ്ടതില്ല. അവർ നാട്ടിലില്ലെങ്കിൽ പോലും പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ്, ലാബ് ടെസ്റ്റ് തുടങ്ങിയവ വിദേശത്തിരുന്നും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലെയിം സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം ചെയ്യുവാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ലഭിക്കും. അതിനും പുറമെ മരുന്നുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സൗകര്യവും ഉണ്ട്. കൂടാതെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. മാത്രവുമല്ല, നിങ്ങൾ ഇപ്പോഴെടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇത് പിന്നീടാവട്ടെ എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ഭാവിയിൽ ചില മാരക അസുഖങ്ങളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലവ് കുറവിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോഴേ എടുത്തു വെക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. മഡഗാസ്കറിലെ പനകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം അറിയേണ്ട മറ്റൊരു പനയുണ്ട്, തഹിന പാം. മഡഗാസ്കർ ദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെറും 12 ഏക്കറിൽ മാത്രമാണ് ഈ പന വളരുന്നത്. എൻഡമിസത്തിന്റെ എക്സ്ട്രീം കേസാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്.
2007 മാത്രമാണ് ഈ പനയും അതിന്റെ പ്രത്യേകതയും ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതാണ്ട് 50 വർഷം ആയുസുള്ള ഈ പനയുടെ പൂക്കുലയ്ക്ക് 6 മീറ്ററോളം നീളം വരും. ഏകദേശം 100-ൽ താഴെ പനകൾ മാത്രമാണ് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നത്. ഫ്രഞ്ച് പ്ലാന്റർ ആയിരുന്ന സേവിയർ മെറ്റ്സും കുടുംബവും വടക്കൻ മഡഗാസ്കറിലൂടെ 2007 സഞ്ചരിക്കുമ്പോൾ അസാമാന്യ വലിപ്പമുള്ള പൂക്കുലയുമായിട്ട് നിൽക്കുന്ന ഈ ഒരു പന കാണുകയും അതിന്റെ ഫോട്ടോ എടുത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് താൻ നടത്തിയത് എന്ന് സേവിയർ തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിന്റെ മകളുടെ പേര് ആൻ തഹീന മെറ്റ്സ് എന്നായിരുന്നു. ഇതിൽ തഹീന ഒരു മലഗാസി പേരാണ്. അനുഗ്രഹിക്കപ്പെട്ടത് അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ പേരാണ് സേവിയർ താൻ കണ്ടെത്തിയ പനയ്ക്കും നൽകിയത്. അങ്ങനെ തഹീന പന ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള പനയായി മാറി. ഇത് വടക്കൻ മഡഗാസ്കറിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ട് തന്നെ റോബിൻ ഈ പന ഒരിക്കലും കണ്ടിരിക്കാൻ സാധ്യതയില്ല. പുഷ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നശിച്ചു പോകും എന്ന പ്രത്യേകത ഉള്ളതിനാൽ സൂയിസൈഡ് പാം എന്നൊരു പേരും തഹീന പാമുകൾക്ക് ഉണ്ട്. അങ്ങനെ വിവിധ തരം പനവർഗ്ഗങ്ങൾ കണ്ടു നടന്നിരുന്ന റോബിൻ വീണ്ടും ആകാശത്ത് പുകയുരുന്നതായിട്ട് ശ്രദ്ധിച്ചു. അതോടുകൂടി ഇനി കൂടുതൽ ഗ്രാമങ്ങൾ കണ്ടേക്കാമെന്ന് അവന് മനസ്സിലായി. ഇനി എന്തായാലും ആരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന മനുഷ്യരോട് സംസാരിക്കുവാൻ തന്നെ റോബിൻ തീരുമാനമെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അകലെ കുട്ടികൾ കളിക്കുന്ന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. റോബിൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു. അവനെ കണ്ട മാത്രയിൽ കുട്ടികൾ പേടിച്ച് ഭയന്നിട്ട് അടുത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ആയുധധാരികളായിട്ടുള്ള 2 മുതിർന്നവർ റോബിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മുറി ഇംഗ്ലീഷിൽ അവനെ അഭിവാദ്യം ചെയ്തു. റോബിൻ തിരിച്ച് അവരുടെ ഭാഷയിൽ സംസാരിക്കാനായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അവർ ശത്രുക്കളൊന്നും ആയിരുന്നില്ല, നല്ല ആളുകൾ തന്നെയായിരുന്നു. റോബിനെ അവർ തങ്ങളുടെ കുടിലിലേക്ക് ക്ഷണിച്ചിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. മരണപ്പെട്ട വോവേൻ രാജാവിന്റെ മകൻ മെർണോഗയായിരുന്നു ഇവരുടെ രാജാവ്. ഇങ്ങനെയൊരു വെള്ളക്കാരൻ അടിമ തെക്കൻ ഭാഗത്തുള്ള ഏതോ പ്രഭുവിന്റെ കൂടെ ഉള്ളതായിട്ട് അവർ നേരത്തെ തന്നെ കേട്ടിരുന്നു. സത്യത്തിൽ അത് റോബിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഒരു പക്ഷേ നമ്മുടെ ട്രോങ്ക പ്രഭു വഴിയാവാം ഇവർ അവനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ അവർ പിന്നീട് പറഞ്ഞ കഥ റോബിന്റെ ആവേശം പൂർണ്ണമായിട്ടും കെടുത്തിക്കളഞ്ഞു. ആ രാജ്യം തകർന്ന് തരിപ്പണമായി എന്നാണ് അവർ പറയുന്നത്. ചുറ്റും ശത്രുക്കളാണ്. മുമ്പ് പറഞ്ഞിരുന്ന ഇവരുടെ പ്രധാന ശത്രുവായിട്ടുള്ള വൂസിൻഡൻ തന്നെയായിരുന്നു പ്രധാന കാരണം. അയാളുടെ പൊടുന്നനെയുള്ള ആക്രമണത്തിലാണ് ഇവർ പാടെ തകർന്നു പോയത്. എങ്ങും പട്ടിണി മാത്രം. ദൂരെ ഒരു തുറമുഖമുണ്ട്. അത് സെയിന്റ് അഗസ്റ്റിൻ തുറമുഖം തന്നെ ആവാനാണ് സാധ്യത. അവിടെ കപ്പലുകൾ അടുത്തിട്ട് വർഷങ്ങളായി. ഇവിടെ ദാരിദ്ര്യമാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ആരും ഈ വഴി വരാത്തത്. അന്ന് രാത്രി റോബിന് ഉറക്കം വന്നതേയില്ല. ഈ യാത്ര എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് ഓർത്തിട്ട് അവൻ ആകെ വിഷമമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ പോകുവാനായിട്ട് പുറത്തിറങ്ങി. ആ സമയം തന്നെ സഹായിച്ച ആ 2 പേർക്കും അവൻ കയ്യിലുണ്ടായിരുന്ന ഇറച്ചി കൊടുക്കുകയും ചെയ്തു. പകരം അവര് കുറച്ച് കാട്ടു കിഴങ്ങുകൾ റോബിന് കൊടുത്തു. പോകുന്ന വഴിയിൽ ഇത്തരം കിഴങ്ങുകൾ എവിടെയൊക്കെ കാണുമെന്നും എങ്ങനെയാണ് അത് പറിച്ചെടുക്കേണ്ടതെന്നും ഒക്കെ അവർ റോബിനെ പഠിപ്പിക്കുകയും ചെയ്തു. അവസാനം നല്ലവരായ അവരെ വിട്ട് റോബിൻ വീണ്ടും യാത്ര തുടർന്നു. പ്രധാന വഴി വിട്ടിട്ട് കാടിന്റെ ഉള്ളിലൂടെയാണ് അവൻ നടന്നത്. അന്ന് രാത്രി റോബിൻ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം ഉച്ചയോടെ ഒരു കുന്നിൻ ചെരുവിലാണ് അവൻ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങകലെ കടല് അവന് കാണാൻ സാധിച്ചു. പിന്നീടുള്ള യാത്രയിൽ വീണ്ടും കുറച്ച് ആളുകളെ വഴിയിൽ കണ്ടതോടെ അവരോട് റോബിൻ ഇവിടുത്തെ രാജാവ് ആരാണ് എന്ന് തിരക്കി. ബഫോഗർ എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അന്ന് ടോങ്ക പ്രഭുവിന്റെ കൂടെ കിരീന്ദ്രയുടെ സൈനിക ക്യാമ്പിൽ വെച്ചിട്ട് റോബിനെ സഹോദര എന്ന് അഭിസംബോധന ചെയ്ത ആളാണ് ഈ ബഫോഗർ. ടോങ്ക പ്രഭുവിന്റെ സഹോദരനായിരുന്നു അദ്ദേഹം. എന്തായാലും ആ മറുപടി കേട്ടതോടെ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ റോബിൻ ആദ്യമായിട്ട് ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. ഇനിയും അലഞ്ഞു തിരിഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല, ആരെയും ഭയക്കാനുമില്ല. അവൻ നേരെ ബഫോഗറിന്റെ ഗ്രാമത്തിലേക്ക് നടന്നു. കീറിപ്പറഞ്ഞ വസ്ത്രവുമായിട്ട് നടന്ന അവനെ കണ്ടിട്ട് നാട്ടുകാർ ശരിക്കും അമ്പരന്നുപോയി. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു വെള്ളക്കാരനെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. റോബിനെ കണ്ട ബഫോഗർ പ്രഭുവിന് ആദ്യം അവൻ ആരാണെന്ന് പോലും പിടികിട്ടിയില്ല. പക്ഷെ കുറച്ചുകൂടി അടുത്ത് വന്ന് നിന്ന റോബിനെ അടുത്ത നിമിഷം തിരിച്ചറിഞ്ഞ് ഒരു സഹോദരനെ പോലെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. റോബിൻ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? റോബിൻ തന്റെ യാത്ര മുഴുവനും വിവരിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം അമ്പരന്നുപോയി. അനുകമ്പ തോന്നിയ അവര് റോബിന് നല്ല ഭക്ഷണവും മറ്റും കൊടുക്കുകയും ചെയ്തു. ശേഷം അവന് വേണ്ടി പ്രത്യേകം കുടിൽ തന്നെ നിർമ്മിക്കുകയും അതിൽ അവനെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ താൻ ഇവിടെ തന്നെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്നും തുറമുഖത്ത് ഒരു കപ്പൽ കാണാനായിട്ട് വർഷങ്ങൾ എടുത്തേക്കാം എന്ന അറിവും അവിടം വിട്ടുപോകാനായിട്ട് റോബിനെ പ്രേരിപ്പിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ് ട്രോങ്ക പ്രഭുവിന്റെയും രാജ്യം. എന്തായാലും റോബിൻ ബഫോഗറിന്റെ ഗ്രാമത്തിൽ നിന്നും അവസാനം ട്രോങ്ക പ്രഭുവിന്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഒറ്റ നോട്ടത്തിൽ റോബിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അവൻ മുന്നോട്ട് ചെന്ന് മുട്ടുകുത്തി നിന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങൾ നക്കിയെടുത്തു. എന്നാൽ അസ്വസ്ഥതയോടെ ചാടി എഴുന്നേറ്റ അദ്ദേഹം തന്റെ സേവകരോട് വെള്ളക്കാർ കറുത്തവരുടെ പാദങ്ങൾ നക്കുന്നത് ഇവിടെ പതിവില്ല എന്ന് ഇവനോട് പറയുവാനായിട്ട് ആജ്ഞാപിച്ചു. എന്നാൽ റോബിൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. ഒരു മകനെ പോലെ ട്രോങ്ക പ്രഭു അവനെ കെട്ടിപ്പുണർന്നു. ഇങ്ങോട്ട് വന്ന വഴികൾ വിശദമായിട്ട് കേട്ട അദ്ദേഹം അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്
ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് പറഞ്ഞത്. യാത്രയും പട്ടിണിയും കാരണം റോബിൻ്റെ കോലമാകം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കഥകളൊക്കെ പൂർണ്ണമായും അറിയാമായിരുന്ന അദ്ദേഹം റോബിനെ സഹായിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. റോബിന് ഇവിടുത്തെ ജീവിതം വലിയ തരക്കേടില്ലായിരുന്നു. ട്രോങ്ക പ്രഭു അവന് അദ്ദേഹത്തിന് തോക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിലും അതുകൊണ്ട് തന്നെ റോബിൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്തു. വാഴപ്പഴം, നെല്ല്, കരിമ്പ് തുടങ്ങിയവയായിരുന്നു ഇവിടുത്തെ കൃഷികൾ. ഇതൊന്നും റോബിൻ മുമ്പ് അടിമയായിട്ട് കഴിഞ്ഞ തെക്കൻ മഡഗാസ്കറിൽ ഉണ്ടായിരുന്നില്ല. വിശാലമായ കൃഷിത്തോട്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വളരെ ദൂരെ അല്ലാതെ ഒനിലാഹി എന്ന നദിയും ഒഴുകുന്നുണ്ടായിരുന്നു. 400 കിലോമീറ്റർ നീളമുള്ള ഈ നദി സെയിന്റ് അഗസ്റ്റിൻ ഉൾക്കടലിലാണ് അവസാനിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാനുള്ള അടയാളമായിട്ട് മുമ്പ് റായിനെന്നോ റോബിനോട് പറഞ്ഞിരുന്നതും ഇതേ നദി തന്നെയാണ്. ഈ നദിയെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. 1700കളിൽ റോബിൻ ഒരുപക്ഷെ ഈ നദിയിൽ സമൃദ്ധമായി കണ്ടിരുന്ന ഒരു മീൻ വർഗം ഇന്ന് അവിടെ നിന്നും പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. ടിക്കോക്രോമിസ് ഒനിലാഹി എന്ന് പേരിട്ടിരിക്കുന്ന ഈ മത്സ്യത്തെ 1962 ശേഷം ആരും ഇതുവരെയും കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നദിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോഴും ഈ മീനുകളിൽ 1-2 കൂട്ടങ്ങൾ കണ്ടേക്കാമെന്നാണ് ചിലർ കരുതുന്നത്. കൂടാതെ ഈ പ്രദേശങ്ങളിൽ പുളിമരങ്ങൾ, നമ്മുടെ വാളംപുളി ധാരാളമായിട്ട് കാണപ്പെട്ടിരുന്നു. ഇത് ഇവരുടെ ഭക്ഷണത്തിലെ പ്രധാന ഇനമാണ്. ഇതെല്ലാം ഭക്ഷിച്ചും പ്രഭുവിന്റെ സഹചാരിയായിട്ട് ചുറ്റിക്കറങ്ങിയും ദ്വീപിലെ നല്ല നാളുകളിൽ കുറച്ചു ഭാഗം റോബിൻ അവിടെ ചിലവഴിച്ചു. അങ്ങനെ ഒരു നാള് മെർനൌഗ രാജാവിന്റെ 2 ദൂതന്മാര് ട്രോങ്ക പ്രഭുവിനെ കാണുവാനായിട്ട് എത്തിച്ചേർന്നു. ഓവേൻ രാജാവ് മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മെർനൌഗയാണ് ഇപ്പോൾ രാജാവ്. അദ്ദേഹത്തിന് എന്തോ ചില പ്രധാന കാര്യങ്ങൾ ട്രോങ്ക പ്രഭുവുമായിട്ട് ചർച്ച ചെയ്യുവാനുണ്ട് എന്നാണ് ദൂതന്മാര് അറിയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രോങ്ക പ്രഭുവും മെർനൌഗ രാജാവും തമ്മിൽ ഉള്ളിൽ അത്രയ്ക്ക് ചേർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം ആ യാത്രയിൽ ട്രോങ്ക പ്രഭു ഒരു സുരക്ഷയ്ക്കായിട്ട് റോബിനെയും കൂടെ കൂട്ടിയത്. സെയിന്റ് അഗസ്റ്റിൻ ഉൾക്കടലിന്റെ തീരത്തായിരുന്നു മെർനൌഗ രാജാവിന്റെ വസതി. അവർ ഏകദേശം 2 മൈലുകളോളം നടന്നു കഴിഞ്ഞപ്പോഴേക്കും കടൽ തീരം കാണുവാനായിട്ട് സാധിച്ചു. കടലിൽ പക്ഷെ ഒരു കപ്പൽ പോലും ആ സമയം ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ കുറച്ച് ചെറുവള്ളങ്ങൾ അവിടെയും ഇവിടെയായിട്ട് ചുറ്റിത്തിരിയുന്നുണ്ട്. തീരത്തു നിന്നും 1 മൈലോളം ദൂരം കടലിന് തീരെ ആഴമുണ്ടായിരുന്നില്ല. അത്രയും ദൂരം ആർക്കും നടന്നു ചെല്ലാവുന്നതാണ്. തീരത്തോട് ചേർന്നിട്ട് മുമ്പ് കച്ചവടത്തിനായിട്ട് ഇവിടെ എത്തിയിരുന്ന വെള്ളക്കാർ താമസിച്ചിരുന്ന കുടിലുകൾ ഈ ട്രോങ്ക പ്രഭു റോബിന് കാട്ടിക്കൊടുത്തു. കടലിൽ കപ്പലിൽ കണ്ടില്ലെങ്കിലും ആ ഒഴിഞ്ഞ കുടിലുകൾ റോബിന് നല്ലൊരു ആശ്വാസം തന്നെയായിരുന്നു. അവിടെയുള്ള നാട്ടുകാർ അനേകം വെള്ളക്കാരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും റോബിനെ കണ്ടവർ സത്യത്തിൽ ഞെട്ടിപ്പോയി. നാട്ടുകാരെ പോലെ അത്യാവശ്യത്തിന് മാത്രം നാണം മറച്ച് നടക്കുന്ന ഒരു വെള്ളക്കാരനെ അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയായിരുന്നു. അവരിൽ ചിലർ റോബിനെ മറ്റൊരു വെള്ളക്കാരൻ താമസിക്കുന്ന കുടിലിൽ കൊണ്ടെത്തിച്ചു. അതൊരു ഡച്ചുകാരനായിരുന്നു. രാജാവിനെ ഉടൻ തന്നെ കാണേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡച്ചുകാരനെ കൂടുതൽ പരിചയപ്പെടാതെ റോബിനും ട്രോങ്ക പ്രഭുവും നേരെ കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ് ചെയ്തത്. അവരെ കാര്യമായിട്ട് തന്നെയാണ് രാജാവ് സ്വീകരിച്ചത്. രാജാവിൻ്റെയും പ്രഭുവിൻ്റെയും ചർച്ചകൾ കഴിയുന്നതുവരെയും റോബിൻ ദൂരെ മാറിയിട്ട് നിന്നു. ശേഷം തെക്ക് നിന്ന് ഓടിപ്പോകുന്ന ആ ഒരു വെള്ളക്കാരൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതോടെ അവൻ മുന്നിലേക്ക് കയറി നിന്നു. അദ്ദേഹം വിശദമായിട്ട് തന്നെ റോബിന്റെ കഥകൾ ചോദിച്ചറിയുകയും ചെയ്തു. ശേഷം കൊട്ടാരത്തിൽ നമ്മുടെ ഈ ട്രോങ്ക പ്രഭുവിന്റെ ബഹുമാനാർത്ഥം ഒരു കാളക്കൂട്ടിനെ അന്ന് രാത്രി പാകം ചെയ്യുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞിട്ടും രാത്രി ഏറെ നേരം ട്രോങ്ക പ്രഭുവും മെർനൌഗ രാജാവും തമ്മിൽ കാര്യമായ ചർച്ചകളും നടന്നു. ട്രോങ്ക പ്രഭുവിന്റെ കൂടെ തന്റെ സൈന്യത്തെ വൂസിൻഡൻ പ്രഭുവിനെതിരെ, ഇവരുടെ കോമൺ ശത്രുവാണല്ലോ ഈ വൂസിൻഡൻ പ്രഭു, അദ്ദേഹത്തിനെതിരെ അയക്കുവാനായിരുന്നു ഈ മെർനൌഗ രാജാവിന്റെ ആഗ്രഹം. 1-2 മാസങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു സൈനിക നീക്കത്തില് പഴയ കിരീന്ദ്ര രാജാവിന്റെ കൂട്ടത്തില് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു സംയുക്ത ആക്രമണത്തിനാണ് രാജാവ് കൂപ്പുകൂട്ടുന്നത്. ഏറെ ആലോചിച്ച ശേഷം ട്രോങ്ക പ്രഭു അതിന് തന്നെ സമ്മതം അറിയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തിരികെ പോരുന്ന സമയത്ത് ഡച്ചുകാരൻ എഗ്ലസിനെ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുവാനായിട്ട് റോബിന് സാധിച്ചു. എഗ്ലസ് തനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷിലാണ് റോബിനോട് സംസാരിച്ചത്. എന്നാൽ അദ്ദേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് റോബിന് സാധിച്ചതേയില്ല. വർഷങ്ങളോളം ഉപയോഗിക്കാതിരുന്നുകൊണ്ട് തന്നെ റോബിന് മാതൃഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് പെട്ടെന്നങ്ങ് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. സംസാരത്തിന് ശേഷം എഗ്ലസ് അദ്ദേഹത്തിന് കൂടെ താമസിക്കുവാനായിട്ട് റോബിനെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ട്രോങ്ക പ്രഭുവിനെ വിട്ടിട്ട് തൽക്കാലം ഒരിടത്തേക്ക് മാറുന്നത് സുരക്ഷിതമല്ല എന്ന് റോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ റോബിൻ അദ്ദേഹത്തിന്റെ ക്ഷണം സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. ഡച്ചുകാരന്റെ കുടിലിന്റെ അരികിലായിട്ട് ആഫ്രിക്കൻ വംശജനായിട്ടുള്ള മറ്റൊരാളും കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. അയാൾ പക്ഷെ മലഗാസി വർഗ്ഗക്കാരനായിരുന്നില്ല. വെസ്റ്റ് ഇൻഡീസിൽ നിന്നും ഏതോ കടൽ കൊള്ളക്കാരുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നു പോയ ഒരാളാണ്. ഇപ്പോൾ ഇവിടെ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടാണ് അയാൾ കഴിയുന്നത്. കേൾവിക്ക് കുറവുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലഗാസി ഭാഷ പഠിക്കാനായിട്ടില്ല ഇതുവരെയും. പക്ഷെ മക്കൾക്ക് ഇംഗ്ലീഷും മലഗാസിയും നന്നായി വഴങ്ങും. അവസാനം ഡച്ചുകാരൻ എഗ്ലസിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മാനിച്ചിട്ട് ട്രോങ്ക പ്രഭുവിന്റെ അനുവാദത്തോടെ ഏതാനും ദിവസങ്ങൾ ഇയാളോടൊപ്പം താമസിക്കാൻ തന്നെ നമ്മുടെ റോബിൻ തീരുമാനമെടുത്തു. അപ്പോഴാണ് അയാളുടെ ചില വിചിത്ര സ്വഭാവ രീതികൾ റോബിന് പക്ഷെ പിടികിട്ടിയത്.
ക്ഷിപ്രകോപിയും വിവരം കെട്ടവനുമായിരുന്നു ഈ എഗ്ലസ്. നാട്ടുകാരിലെ ചിലരോട് തർക്കിക്കുന്ന സമയത്ത് നിന്നെയും നിന്റെ രാജാവിനെയും കൊല്ലും എന്നൊക്കെയാണ് അയാൾ പുലമ്പിയിരുന്നത്. ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള അപകടം മനസ്സിലാക്കിയ റോബിൻ അയാളോടത് പറഞ്ഞു മനസ്സിലാക്കാണ്ട് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചെങ്കിലും അദ്ദേഹം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതോടെ ഡച്ചുകാരനുമായിട്ട് ഒരു അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് റോബിന് തോന്നി. ഒരു കാരണവുമില്ലാതെ മെർണോഗ രാജാവിന്റെ അപ്രീതി പിടിച്ചു പറ്റേണ്ട ഒരു കാര്യവുമില്ല. ഗതി കെട്ടുപോയ റോബിൻ അടുത്ത ദിവസം തന്നെ ട്രോങ്ക പ്രഭുവിന്റെ അരികിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഡച്ചുകാരന്റെ അരികിൽ നിന്നും തിരികെ പോരും വഴി റോബിൻ ഒരിക്കൽ കൂടി കടൽ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ ആകെ വിജനമായിരുന്നു. മീൻപിടുത്തം കഴിഞ്ഞ് തിരികെ വരുന്ന ഒരു തോണി മാത്രമേ ആ സമയം കടലിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ നൗക തീരമണയും വരെയും റോബിൻ കാത്തിരുന്നു. ഏറെക്കുറെ വിവസ്ത്രനായിട്ടുള്ള ഒരു വെള്ളക്കാരനെ കണ്ടതോടെ മീൻപിടുത്തക്കാര് ആശ്ചര്യത്തോടെ അടുത്തു വന്നു. നല്ലവരായ ആ മീൻപിടുത്തക്കാരോടൊപ്പം റോബിൻ ഏറെ നേരം ചെലവഴിക്കുകയും ചെയ്തു. അവന്റെ കഥ കേട്ടിട്ട് തങ്ങൾക്ക് പോലും വലിയ വിഷമമായി എന്ന് അവർ റോബിനോട് പറഞ്ഞു. തിരികെ പോരും നേരം അവന് ചുമക്കാവുന്ന അത്രയും മത്സ്യം അവർ കൊടുത്തുവിടുകയും ചെയ്തു. പിന്നീട് ട്രോങ്ക പ്രഭുവിന്റെ ഗ്രാമത്തിലെത്തിയ റോബിൻ അവന് ആവശ്യമുള്ളത്ര മീനുകൾ മാറ്റിവെച്ച ശേഷം മിച്ചമുള്ളവ പ്രഭുവിന്റെ വസതിയിൽ എത്തിച്ചു. അപ്പോഴേക്കും പ്രഭു അവിടേക്ക് എത്തി. നല്ല രുചികരമായ മത്സ്യങ്ങൾ കണ്ടതോടെ അദ്ദേഹത്തിന് ഏറെ സന്തോഷമാകുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങൾ ആനന്ദകരമായിരുന്നു. റോബിന് ഏറെ സമയവും പ്രഭുവിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ തോക്കുമായിട്ട് വാഴത്തോട്ടങ്ങളിൽ തന്നെ ചെലവഴിച്ചു. ക്ഷാമം നേരിടുന്ന അവസ്ഥയായിരുന്നുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ അവർ കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു. തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു മിക്ക ദിവസങ്ങളിൽ. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീങ്ങുന്ന ഒരു നാള് റോബിനും ട്രോങ്ക പ്രഭുവും തോട്ടത്തിൽ നടക്കുന്ന സമയം ഒരു ദൂതൻ പാഞ്ഞെത്തി. വടക്ക് നിന്നുള്ള സകാലവ ഗോത്രക്കാരുടെ ഒരു സൈന്യം ഇങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് അവരറിയിച്ചത്. അവർ വൂസിംഗ്ടൺ പ്രഭുവുമായിട്ട് ഈ അടുത്ത കാലത്ത് സന്ധിയിലേർപ്പെട്ട ഗോത്രക്കാരാണ്. 10-12 മണിക്കൂറുകൾക്കകം അവരിവിടെ എത്തിച്ചേരും. പണ്ട് റോബിൻ കണ്ടുമുട്ടിയ ആ പഴയ ദൂതൻ റായിനന്നോ ഈ ഗോത്രക്കാരനായിരുന്നല്ലോ എന്ന് റോബിൻ ആ സമയം ഓർത്തു. മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ദ്വീപില് ആർക്കും സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. മഡഗാസ്കറിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ജീവിക്കുന്ന ഗോത്രവിഭാഗമാണ് സകാലവ. താഴ്വരകളിൽ ജീവിക്കുന്നവർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇന്ന് ഇവര് മഡഗാസ്കർ ജനതയുടെ ഏതാണ്ട് 6% ഉണ്ടാവും. തെക്ക് കിഴക്ക് ഏഷ്യയിൽ നിന്നും മഡഗാസ്കറിൽ ആദ്യമായിട്ട് കുടിയേറിയ ജനതയുടെയും പിന്നീട് ദ്വീപിലേക്ക് എത്തിച്ചേർന്ന ആഫ്രിക്കൻ ബാൻഡു വംശജരുടെയും സങ്കരജാതിയാണ് സകാലവ. 1700-കളിൽ റോബിൻ ഇവിടെ ഉണ്ടായിരുന്ന സമയം ഈ ഗോത്രക്കാർ ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചിരുന്ന ഒരു കാലമായിരുന്നു. എന്തായാലും ഈ സകാലവ ഗോത്രക്കാരുടെ സൈന്യം ഇങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട് എന്ന് കേട്ടതോടെ ഉടൻ അപായ പെരുമ്പറ മുഴങ്ങി. ആളുകൾ സ്വന്തം വീടുകളിലേക്ക് പാഞ്ഞു. ആണുങ്ങൾ ആയുധമെടുക്കുവാനും പെണ്ണുങ്ങൾ നിലവിളിക്കുവാനും തുടങ്ങി. തൊട്ടടുത്തുള്ള പ്രഭുക്കന്മാരുടെ അരികിലേക്ക് സഹായ അഭ്യർത്ഥനയുമായിട്ട് ദൂതന്മാർ പാഞ്ഞു. ഇതിനിടെ നമ്മുടെ റോബിൻ മനഃപൂർവ്വം തന്റെ കുന്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് താമസിപ്പിച്ചു. എല്ലാവരും യുദ്ധത്തിന് പോയെന്ന് ഉറപ്പായ ശേഷം പ്രഭുവിന്റെ പുറകെ ധൃതിയിൽ പോകുന്നതായിട്ട് അവൻ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൻ വിചാരിച്ചതുപോലെ തന്നെ ഈ ട്രോങ്ക പ്രഭുവിന്റെ ഭാര്യ അവനെ തടഞ്ഞു. ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ ഉള്ളൂ, നീയും കൂടെ പോയാൽ ശരിയാവില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ട റോബിൻ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സകല സ്ത്രീകളും കുട്ടികളും ഈ ഒരു രാജാവിൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ആ രാജകൊട്ടാരത്തിലേക്ക് ഈ ട്രോങ്ക പ്രഭുവിൻ്റെ വസതിയിലേക്ക് അവിടെ വന്ന് ഒത്തുകൂടി. എല്ലാവർക്കുമുള്ള ഭക്ഷണം ഒരുമിച്ചാണ് പിന്നീട് പാകം ചെയ്തിരുന്നത്. ആണുങ്ങളുടെ അഭാവത്തിൽ പുളിയും പാലും മാത്രമാണ് അവർ കൂടുതലും കഴിച്ചിരുന്നത്. സ്ത്രീകൾ യുദ്ധത്തിന് പോയ ഭർത്താക്കന്മാരെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. റോബിനാവട്ടെ യുദ്ധം ഒഴിവായി കിട്ടിയതിൽ ഉള്ളാലെ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ പുറമേ അവനത് കാണിച്ചില്ല. ഏകദേശം 12 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും യുദ്ധത്തിന് പോയവർ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ തിരികെ എത്തി. എല്ലാവരും അവരെ ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. സ്വീകരണമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ട്രോങ്ക പ്രഭു റോബിൻ്റെ അഭാവത്തിൻ്റെ കാരണം തിരക്കിയപ്പോഴേക്കും അവൻ ചെറുതായിട്ടൊന്ന് പരിങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ താൻ പറഞ്ഞിട്ടാണ് അവൻ വരാതിരുന്നത് എന്ന് പറഞ്ഞതോടെ തൽക്കാലം റോബിൻ രക്ഷപ്പെട്ടു. ഈ രീതിയിൽ ശത്രുക്കളുടെ ഭീഷണി നാൾക്ക് നാള് ഏറി വരുന്നതുകൊണ്ട് തന്നെ ഗ്രാമത്തിന് ചുറ്റും കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും ഒരു മതിൽ നിർമ്മിക്കുവാനായിട്ട് തന്നെ ട്രോങ്ക പ്രഭു തീരുമാനമെടുത്തു. ഏതാണ്ട് 2 മാസങ്ങൾ കൊണ്ടാണ് അവരത് പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞതോടെ കുറച്ച് നാളത്തേക്ക് ഏറെക്കുറെ എല്ലാവരും സുരക്ഷിതരായി എന്ന് തന്നെ പറയാം. കാരണം നദിയിൽ ജലം നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് നാളത്തേക്ക് ഇത് മുറിച്ചു കടന്ന് ഒരു സൈന്യത്തിനും ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട് സാധ്യമല്ല. അതോടുകൂടി ദൂരസ്ഥലങ്ങളിൽ വേട്ടയാടുവാനും തേൻ ശേഖരിക്കാനൊക്കെ ആയിട്ട് ആളുകൾ ധൈര്യപൂർവ്വം പോയി തുടങ്ങി. റോബിനും പ്രഭുവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അവരോടൊപ്പം ചേർന്നു. ധാരാളം തേനും കിഴങ്ങുകളും പിന്നെ ഹട്ടോയി കാളകളും അവർക്ക് ലഭിക്കുകയും ചെയ്തു. സന്തോഷവും ആർഭാടവും നിറഞ്ഞ ജീവിതമായിരുന്നു ആ സമയം റോബിന് ലഭിച്ചത്. എന്നാൽ അതും അധിക നാളും നീണ്ടു നിന്നില്ല. കാലാവസ്ഥയാകെ മാറി. രാജ്യം സാവധാനം പട്ടിണിയിലേക്ക് വഴുതി വീണു. തേനും കിഴങ്ങുകളും ഇപ്പോൾ തീരെ കിട്ടാനില്ല. റോബിനാകെ നിരാശയായി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പഴയ ഡച്ചുകാരൻ എഗ്ലസും അദ്ദേഹത്തിന്റെ തൊട്ടരികിൽ താമസിക്കുന്ന അയൽക്കാരൻ ഈ കരീബിയൻ വംശജനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, അയാളും റോബിനെ കാണുവാനായിട്ട്
അവൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. കുറച്ച് ഇറച്ചിയും ഉരുളക്കിഴങ്ങുകളും അവനവനായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അത് വലിയൊരു ആശ്വാസമായി. അവനെ കുറച്ച് നാൾ തങ്ങളുടെ വിടണം എന്ന് എഗ്ലസ് ട്രോങ്ക പ്രഭുവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ റോബിൻ വീട് അടച്ചു പൂട്ടിയിട്ട് അവരോടൊപ്പം യാത്രയായി. കാരണം ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ. അവിടെ കുറച്ച് ദിവസങ്ങൾ രസകരമായി തന്നെ ഈ ഒരു ഡച്ചുകാരൻ എഗ്ലസിൻ്റെയും ഈ കരീബിയൻ വംശജൻ്റെയും കൂട്ടത്തിൽ കുറച്ച് നാൾ നല്ല രീതിയിൽ കഴിച്ചു കൂട്ടാനായിട്ട് നമ്മുടെ റോബിന് സാധിച്ചു. ഈ സമയം തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയിട്ട് അനേകം ആളുകളെ അവൻ പരിചയപ്പെട്ടു. കൂടുതൽ ആളുകളെ അവൻ പരിചയപ്പെടാനായിട്ട് അവൻ ശ്രമിച്ചു. മുമ്പ് സ്ഥിരമായിട്ട് കപ്പലുകൾ ഈ ഒരു തീരത്ത് വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അത്യാവശ്യം ഇംഗ്ലീഷും വശമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റോബിൻ തിരികെ പോരുവാനായിട്ട് ഒരുമിട്ടെങ്കിലും കഠിനമായ പനി, ജ്വരം ബാധിച്ചിട്ട് അവൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിയും തോറും അവസ്ഥ കൂടുതൽ മോശമായി വന്നു. അവൻ മരിച്ചു പോകുമെന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചു. അയൽക്കാര് അവനെ സംസ്കരിക്കേണ്ട രീതികളെക്കുറിച്ച് വരെ സംസാരിച്ചു തുടങ്ങി. റോബിൻ മരിച്ചുപോയി എന്ന് ഇതിനിടെ ആരോ ട്രോങ്ക പ്രഭുവിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഡച്ചുകാരന് കുറച്ച് നാട്ടുവൈദ്യം വശമുണ്ടായിരുന്നു. അയാൾ എന്തൊക്കെയോ കൊടുത്തിട്ട് അവനെ സാവധാനം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. റോബിന്റെ ശരിക്കുള്ള സ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ട്രോങ്ക പ്രഭു അയച്ച ആൾ വന്നപ്പോഴേക്കും റോബിൻ കണ്ണു തുറന്ന് കിടപ്പുണ്ടായിരുന്നു. എന്നാൽ അവന് സംസാരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും അവൻ ജീവനോടെ ഉണ്ട് എന്ന് കണ്ടതോടെ അയാൾ സന്തോഷത്തോടെ പ്രഭുവിന്റെ അരികിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ 2-3 മാസങ്ങൾക്കകം ജീവിതത്തിലേക്ക് സാവധാനം തിരിച്ചു വരുവാനായിട്ട് റോബിന് സാധിച്ചു. ഈ കാലയളവിൽ അവൻ വീണ്ടും ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയിരുന്നു. ആ ഭാഗത്തുള്ള നാട്ടുകാരോട് സംസാരിച്ചാണ് റോബിൻ ഇത് സാധിച്ചെടുത്തത്. കൂടാതെ ഡച്ചുകാരൻ്റെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങിയിട്ട് അവൻ തൻ്റെ എഴുത്തും നന്നാക്കിയെടുത്തു. അങ്ങനെ കാര്യങ്ങൾ സാവധാനം ശരിയായി വന്നുകൊണ്ടിരുന്നപ്പോൾ ആ സംഭവം നടന്നു. ഇടയ്ക്കിടെ ദേഷ്യം വരുമ്പോഴേക്കും മെർണോഗോ രാജാവിനെ കൊല്ലുമെന്ന് വിളിച്ചു പറയുന്ന സ്വഭാവം ഈ ഡച്ചുകാരനുണ്ടായിരുന്നുവെന്ന് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. അതവസാനം അയാൾക്ക് വലിയൊരു വിപത്താണ് സമ്മാനിച്ചത്. ഇറച്ചിയും മീനും വാങ്ങിക്കുവാൻ വന്നവർ എന്ന വ്യാജേനയാണ് രാജാവിൻ്റെ ആളുകൾ ഡച്ചുകാരൻ്റെ ഭവനത്തിൽ എത്തിയത്. പക്ഷേ അവസാനം നിങ്ങൾ കുന്തം താഴെ വെക്കൂ, നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്ന വാചകം ഈ വന്ന ആളുകൾ ഡച്ചുകാരോട് പറയുന്നത് കേട്ടപ്പോഴേക്കും റോബിന് അപകടം മനസ്സിലായി. പക്ഷെ അവൻ ഓടിച്ചെല്ലുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവർ ഡച്ചുകാരൻ്റെ കുടല് വഴി കയറ്റിയ കുന്തം ശരീരം തുളച്ച് അദ്ദേഹത്തിന് ജീവനും കവർന്നെടുത്ത് മറുഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. കൊലപാതകം നടത്തിയവർ ഉടൻ തന്നെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അല്ലെങ്കിലും രാജാവിൻ്റെ ആളുകളെ ആർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡച്ചുകാരൻ്റെ വിധി അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തിയതാണ്. നാട്ടുകാർ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. ഒരു വിദൂര ദേശത്ത് പോയി ഇത്തരത്തിൽ മരണപ്പെടുക. ഒരു നിമിഷം റോബിൻ അവൻ്റെ കാര്യം തന്നെ ചിന്തിച്ചുപോയി. ഓർത്തപ്പോൾ അവന് സങ്കടം സഹിക്കാനായില്ല. നല്ലൊരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത്. തൻ്റെ അന്ത്യവും ഈ ഒരു ദ്വീപിലെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ചിട്ട് ഇത്തരത്തിലാവല്ലേ എന്ന് റോബിൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അതോടെ അവൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അവൻ ഉടൻ തന്നെ നേരെ കടൽ തീരത്തേക്ക് പോയി ഇമവെട്ടാതെ ദൂരേക്ക് നോക്കി നിന്നു. മീൻ പിടിക്കുവാൻ പോയ ചില ചെറു തോണികൾ അശാന്തിയുടെ പ്രതീകങ്ങളായിട്ട് ഓളപ്പരപ്പിൽ അങ്ങുമിങ്ങും ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ഒന്ന് നെടുവേർപ്പെട്ട ശേഷം റോബിൻ നിരാശയോടെ ട്രോങ്ക പ്രഭുവിൻ്റെ അരികിലേക്ക് തന്നെ മടങ്ങി. റോബിനെ ജീവനോടെ കണ്ടതിൽ അദ്ദേഹം അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൻ്റെ രോഗവിവരങ്ങളും ഡച്ചുകാരൻ്റെ ദാരുണമായ മരണവും റോബിൻ അദ്ദേഹത്തോട് വിവരിച്ച് കേൾപ്പിച്ചു. റോബിൻ നാട്ടിലില്ലാതിരുന്ന കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് അവൻ്റെ വീട് ദ്രവിച്ച് വീഴാറായിട്ടുണ്ടായിരുന്നു. വീട് നന്നാക്കി എടുക്കുവാനായിട്ട് ട്രോങ്ക പ്രഭു കുറേ ആളുകളെ അവന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് എല്ലാവരും കൂടിയിട്ട് ആ ഒരു വീട് വീണ്ടും താമസയോഗ്യമാക്കി തീർത്തു. അങ്ങനെ കുറച്ച് നാൾ ഇതേ രീതിയിൽ ട്രോങ്ക പ്രഭുവിൻ്റെ അരികിൽ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈ ബഫോഗർ പ്രഭുവിനെ ഒന്ന് കാണണമെന്ന് റോബിന് തോന്നി. അവസാനം ഒരു നാൾ അവൻ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും റോബിന് ദാഹിച്ചു തുടങ്ങി. ഒട്ടും സമയം കളയാതെ അവൻ നദിക്കരയിലേക്ക് നടന്നു. സഞ്ചിയിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് കുനിഞ്ഞപ്പോഴേക്കും അവനൊരു കാഴ്ച കണ്ട് ഞെട്ടി. തൊട്ടരികിൽ അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടിനൊരു മുതല അനങ്ങാതെ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഭയന്നുപോയ റോബിൻ പിന്നീട് അവിടെ നിന്നും വെള്ളമെടുക്കാനായിട്ട് തുനിഞ്ഞതേയില്ല. അവിടെ നിന്നും കുറച്ച് മാറിയിട്ട് 1-2 വീടുകളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു വീടിന്റെ മുറ്റത്തെത്തിയിട്ട് റോബിൻ കുറച്ച് വെള്ളം ചോദിച്ചു. ഉടൻ തന്നെ അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷെ അവളുടെ വീട്ടിലും വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാൽ റോബിനെ നിരാശപ്പെടുത്തുവാനായിട്ട് ആ പാവം കൂട്ടാക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന ചുരക്കയും എടുത്തുകൊണ്ട് അവൾ വെള്ളമെടുക്കുവാനായിട്ട് നേരെ നദിക്കരയിലേക്ക് ഓടി. പക്ഷെ റോബിൻ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ അവൾ നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ വെള്ളം ഇളകി. ഉടൻ തന്നെ വലിയൊരു വായ തുറന്നു വന്ന് അവളുടെ കാലുകളിൽ പിടുത്തമിട്ടു. അവളുടെ കരച്ചിൽ കേട്ട് റോബിൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുതല അവളെയും കൊണ്ട് സാവധാനം പുറകോട്ടേക്ക് മാറിയിരുന്നു. അവളുടെ തലയും ഉടലും അപ്പോഴും പക്ഷെ ജലത്തിന് മുകളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. റോബിൻ കുന്തം കൊണ്ട് കരയിൽ നിന്ന് ആ ജന്തുവിനെ ആഞ്ഞു കുത്തി. പക്ഷെ തന്റെ ഇരയെ വിട്ടുകൊടുക്കാനായിട്ട് അവൻ കൂട്ടാക്കിയില്ല. അവളും റോബിനും രക്ഷയ്ക്കായിട്ട് ഉറക്കെ അലമുറയിട്ടു. അത് കേട്ടിട്ട് മറ്റ് വീടുകളിൽ നിന്നും ആളുകൾ ഓടിയെത്തി. വന്ന എല്ലാവരും കുന്തം കൊണ്ടും കല്ലുകൾ കൊണ്ടും ആഞ്ഞ് പ്രഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുതല അവളുടെ കാലിൽ നിന്നുള്ള പിടുത്തം സാവധാനം അയച്ചു. അവസരം പാഴാക്കാതെ റോബിനും മറ്റുള്ളവരും അവളെ വളരെ വേഗത്തിൽ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് എടുത്തിട്ടു. വസ്ത്രങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും അവളെ വലിയ പരിക്കുകൾ കൂടാതെ തന്നെ രക്ഷിക്കുവാനായിട്ട് റോബിന് സാധിച്ചു. മുതലയുടെ പല്ലുകൾ കാരണമുണ്ടായ മുറിവുകൾ മാത്രമായിരുന്നു അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അവൾ രക്ഷപ്പെട്ടതിൽ എല്ലാവരും സന്തോഷിക്കുകയും
റോബിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതിനുശേഷം റോബിൻ ബഫോഗർ പ്രഭുവിന്റെ അരികിലേക്ക് യാത്ര തുടർന്നു. അദ്ദേഹം സന്തോഷത്തോടു കൂടി തന്നെ അവനെ സ്വീകരിക്കുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പെൺകുട്ടിയെ രക്ഷിച്ചതിൽ അദ്ദേഹവും റോബിനെ അഭിനന്ദിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെയും റോബിൻ അധിക നാൾ തങ്ങിയില്ല. അവന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. അധികം താമസിയാതെ തന്നെ അവിടെ നിന്നും യാത്ര പുറപ്പെട്ട് ട്രോങ്ക പ്രഭുവിന്റെ അരികിലേക്ക് റോബിൻ മടങ്ങിയെത്തി. ഇനിയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തീരത്തൊരു കപ്പലെടുക്കുവാനായിട്ട് അവൻ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി. കുറെ കാലങ്ങളോളം പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചില്ല. അങ്ങനെയിരിക്കെ മെർണോക രാജാവിന്റെ ഒരു ദൂതൻ ട്രോങ്ക പ്രഭുവിന്റെ അരികിൽ എത്തി. പണ്ട് നടന്ന കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാറായി എന്നാണ് അയാൾ പ്രഭുവിനെ അറിയിച്ചത്. രാജാവിന്റെ വൻ സൈന്യത്തെ നയിച്ചുകൊണ്ട് ട്രോങ്ക പ്രഭു കിരീന്ദ്രയുടെ അരികിലേക്ക് ചെല്ലണം. എന്നിട്ട് ഇരുവരും ഒരുമിച്ച് ചേർന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി പഴയതുപോലെ തന്നെ വൂസുണ്ടൻ പ്രഭുവിനെതിരെ നീങ്ങണം. ഏതെങ്കിലും കപ്പലൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കടൽ തീരത്ത് തന്നെ ജീവിക്കുന്ന നമ്മുടെ റോബിനെ ഈ യുദ്ധത്തിനായിട്ട് കൊണ്ടുപോകണ്ട എന്ന് ട്രോങ്ക പ്രഭു ആദ്യം തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, റോബിന്റെ പഴയ യജമാനൻ മിയാവാര, ഈ മിയാവാരയും ഈ പട്ടാളവും ഒക്കെ ആയിട്ട് ഇതേ സൈനിക ക്യാമ്പിലേക്കാണ് വരുന്നത്. അയാൾ ഒരുപക്ഷെ ഇനിയും കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അവനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചേക്കാം. പക്ഷെ ഇവിടെയും മറ്റൊരു മന്ത്രവാദി റോബിന്റെ വിധി തിരുത്തി എഴുതി. മുകളിലേക്ക് നോക്കി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച ശേഷം ആ മന്ത്രവാദി ഇങ്ങനെ ഉരുവിട്ടു: കുടുംബവും ബന്ധങ്ങളും ഇല്ലാത്ത ഒരാള് സൈന്യത്തിന്റെ കൂട്ടത്തിലുള്ളത് ഏറ്റവും ശുഭകരമാണ്. ആ രാജ്യത്ത് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് റോബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ട്രോങ്ക പ്രഭുവിന്റെ വിജയത്തിനായിട്ട് അവനും യുദ്ധത്തിന് പുറപ്പെട്ടു. പ്രഭുവിന്റെ നന്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ റോബിന് ഒഴിവ് കഴിവുകളൊന്നും പറയാനില്ലായിരുന്നു. 3 ദിവസങ്ങൾ കൊണ്ട് അവർ സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് യാത്ര പുറപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് ഇങ്ങോട്ടേക്ക് താണ്ടി വന്ന അതേ സ്ഥലങ്ങൾ മറ്റൊരു മാർഗത്തിലൂടെ റോബിൻ തിരികെ നടക്കുവാൻ തുടങ്ങി. ഇപ്രാവശ്യം കൂടുതലൊരു സൈന്യമുണ്ടെന്ന് മാത്രം. അവന്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ഒരു അടിമയെ കൂടി പ്രഭു വിട്ടുകൊടുത്തിരുന്നു. മന്ത്രവാദിയുടെ അരുളപ്പാടനുസരിച്ചിട്ട് യുദ്ധവിജയം അവന്റെ കയ്യിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും റോബിനോട് മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. പിറ്റേ ദിവസം ബഫോഗർ പ്രഭുവും സൈന്യവും അവരോടൊപ്പം ചേർന്നു. ഇങ്ങോട്ടുള്ള യാത്രയിൽ റോബിൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന സകല കാടുകളും ഊടുവഴികളും സൈന്യം വളരെ വേഗം പിന്നിട്ടു. മുതലകൾ നിറഞ്ഞ ആ പഴയ നദിയുണ്ടല്ലോ, അത് റോബിൻ ഇങ്ങോട്ട് കടന്ന അതേ സ്ഥലത്തുകൂടി തന്നെയാണ് സൈന്യവും മറികടന്നത്. ചുറ്റുപാടും വെടിവെച്ച് മുതലകളെ ഭയപ്പെടുത്തിയ ശേഷമാണ് ഇപ്രാവശ്യം അവർ വെള്ളത്തിൽ ഇറങ്ങിയത്. പലപ്പോഴും ഹട്ടോയി കാളകളെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തി. ഇത്രയും വലിയ സൈന്യത്തെ തീറ്റിപ്പോറ്റുവാനായിട്ട് അത് ആവശ്യമായിരുന്നു. അധികം താമസിയാതെ തന്നെ പഴയ അഫ്രർ പ്രഭുവും സംഘവും ഇവരുടെ കൂടെ കൂടി. അന്ന് രാത്രിയിൽ ആരോടും പറയാതെ കടന്നു കളഞ്ഞതിന്റെ ഒരു പരിഭവവും അദ്ദേഹം റോബിനോട് കാണിച്ചില്ല. മാത്രമല്ല, അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം കൂടുതൽ പ്രഭുക്കന്മാര് വഴിയിൽ ഇവരോട് ഈ ഒരു വലിയ സൈന്യത്തോട് ചേർന്നുകൊണ്ടേയിരുന്നു. അവസാനം ആ കൂറ്റൻ സൈന്യം കിരീന്ദ്രയുടെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരെ സ്വീകരിക്കുവാനായിട്ട് സാക്ഷാൽ മിയാവാരയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നോക്കിയതല്ലാതെ ഈ മിയാവാര റോബിനോട് ഒന്നും സംസാരിച്ചില്ല. ബാക്കിയുള്ള സകല പ്രഭുക്കന്മാർക്കും അവനെ ഇഷ്ടമാണെന്ന് അയാൾക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. പക്ഷെ ഭാര്യയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയോടെ റോബിൻ രാത്രിയിൽ ആരും കാണാതെ മിയാവാരയുടെ ക്യാമ്പിൽ എത്തി. അയാളുടെ സഹോദരൻ സാംബോ കൂടെയുള്ള സമയം തന്നെയാണ് അവൻ തിരഞ്ഞെടുത്തത്. ചെന്നപാടെ പാദങ്ങൾ നക്കിയെടുത്ത് റോബിൻ മിയാവാരയുടെ ബഹുമാനം പ്രകടിപ്പിച്ചു. റോബിൻ, നീ എന്തിനാണ് അവളെ വിട്ടുപോകുന്നത്? അവൾ ഇതുവരെയും വേറെ ആരെയും കല്യാണം കഴിക്കുവാനായിട്ട് സമ്മതിച്ചിട്ടില്ല. എന്നും നിന്നെ ഓർത്ത് കരയും, മിയാവാരോ റോബിനോട് പറഞ്ഞു. ഇത് കേട്ട് റോബിനാകെ തകർന്നുപോയി. പക്ഷെ അവൻ തിരികെ ചെല്ലാനുള്ള തന്ത്രമാണോ ഇതെന്നാണ് റോബിൻ സംശയിച്ചത്. എന്നാൽ മിയാവാരുടെ സൈന്യത്തിന്റെ കൂടെ അവന്റെ പഴയ വിശ്വസ്തനായിട്ടുള്ള ആ സുഹൃത്തില്ലേ, അവനും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അയാൾ പറഞ്ഞതൊക്കെയും സത്യമാണ്. നിന്റെ കൂടെ അന്ന് രാത്രിയിൽ ഇറങ്ങി വരാനായിട്ട് കൂട്ടാക്കാതിരുന്നത് ഓർത്തിട്ട് അവൾ എന്നും എന്റെ അടുക്കൽ വന്നിരുന്ന് കരയും. പലരും അവളെ വിവാഹം കഴിക്കുവാനായിട്ട് മുന്നോട്ട് വന്നെങ്കിലും അവൾ അതെല്ലാം നിരസിച്ചു. അത് കേട്ട് അന്ന് രാത്രി മുഴുവൻ റോബിൻ കരഞ്ഞു. പക്ഷേ റോബിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. തിരികെ ചെന്നാലും മിയാവാരയുടെ ഭാവം മാറും എന്ന് ഉറപ്പാണ്. തന്റെ വിധിയെ പഴിച്ചിട്ട് രാത്രി മുഴുവൻ റോബിൻ ഉറങ്ങാതിരുന്നു. വീണ്ടും 2-3 ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവരുടെ സൈന്യത്തിന്റെ അംഗബലം ഏതാണ്ട് 4000 കവിഞ്ഞു. അതോടുകൂടി ആ സംയുക്ത സൈന്യം മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ചു. മന്ത്രവാദി പറഞ്ഞ ഭാഗ്യ നക്ഷത്രമായിട്ടുള്ള റോബിനായിരുന്നു ഏറ്റവും മുന്നിൽ നടന്നത്. സാവധാനം ആ കൂറ്റൻ സൈന്യം ഒരു കൊടും കാട്ടിലേക്കാണ് കടന്നത്. കാട്ടിലെ ഭീതിജനകമായിട്ടുള്ള ഇരുട്ടും ഭാവവും കണ്ട് വിരണ്ടുപോയ റോബിൻ തന്റെ മുന്നേ കുറച്ചുപേരെ നടത്താമോ എന്ന് ചോദിച്ചെങ്കിലും അവർ ചെവി കൊണ്ടില്ല. പൊടുന്നനെ ഉൾക്കാട്ടിൽ നിന്നും കനത്ത ഒളിയാക്രമണം ഉണ്ടായി. കുന്തങ്ങളും വെടിയുണ്ടകളും 4 വഴിയും തലങ്ങും വിലങ്ങും പാഞ്ഞു. റോബിന് നിസ്സാരമായ പരിക്കുകൾ പറ്റുകയും ചെയ്തു. ഭാഗ്യത്തിന് ആക്രമണകാരികൾ ഉടൻ തന്നെ പിൻവാങ്ങി. പക്ഷേ അതിനുശേഷം ഇനിയും മുന്നിൽ നടക്കാൻ പറ്റില്ല എന്ന് റോബിൻ തീർത്തും പറഞ്ഞു. എന്നാൽ കിരീന്ദ്ര അതിന് സമ്മതിച്ചില്ല. ഇതെല്ലാം കേട്ട് ട്രോങ്ക പ്രഭു പക്ഷെ മുന്നോട്ടേക്ക് വന്നു. റോബിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം അവന് വേണ്ടി കിരീന്ദ്രയോട് തർക്കിക്കുവാൻ തുടങ്ങി. അവസാനം റോബിന്റെ മുൻപേ 100 പേരടങ്ങുന്ന ഒരു ചെറു സംഘത്തെ അവർ നിയോഗിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. അവസാനം ആ സൈന്യം കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് തുറസായ ഒരു സ്ഥലത്തെത്തുകയും അവിടെ തമ്പടിക്കുകയും ചെയ്തു. റോബിൻ ട്രോങ്ക പ്രഭുവിന്റെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ബെഫോഗറിന്റെയും കൂടെ തന്നെ യാത്ര ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നല്ലവരായ അവരെ മാത്രമാണ് അവൻ ഇപ്പോൾ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും അവർ മറ്റൊരു നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. നേരത്തെ ഇവിടെ വെച്ചാണ് വൂസിൻഡൻ പ്രഭുവിന്റെ സൈന്യത്തെ ഇവർ തോൽപ്പിച്ചതും അയാളുടെ വലങ്കയായിരുന്ന റൈ ഒഫക്കിനെ വധിക്കുകയും ചെയ്തത്. വീണ്ടും 4 ദിവസങ്ങളോളം സൈന്യം മുന്നോട്ട് തന്നെ നീങ്ങി. ഇതിനിടെ പലപ്പോഴും ശത്രുക്കളുടെ ഒളി ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മിക്കതും ട്രോങ്ക പ്രഭുവിനും സൈന്യത്തിനും നേരെയായിരുന്നു എന്നതാണ് അത്ഭുതം. മുൻപ് പറഞ്ഞിരുന്നല്ലോ, ഈ ദ്വീപിലെ ഏറ്റവും കൗശലക്കാരനായ നേതാവാണ് വൂസിൻഡൻ. അയാൾക്ക് ഇക്കൂട്ടത്തിലെ ഏറ്റവും ശക്തനും ജനപ്രീതിയുള്ളവനുമായിട്ടുള്ള നേതാവ് ട്രോങ്ക പ്രഭുവാണെന്ന് അറിയുകയും ചെയ്യാം. എന്നാൽ 4000-ഓളം വരുന്ന ഈ ഒരു സംയുക്ത സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല താനും. അതുകൊണ്ടാണ് അയാൾ ട്രോങ്ക പ്രഭുവിനെ ലക്ഷ്യമാക്കി ഒളിയാക്രമണങ്ങൾ നടത്തുന്നത്. അയാളുടെ കുതന്ത്രങ്ങൾ ഏതാണ്ട് ഫലം കണ്ടു എന്ന് തന്നെ പറയാം. കാരണം തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം ഇവരുടെ പക്കലുണ്ടായിരുന്ന ഇറച്ചിയും മറ്റും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി ദൂരെ എവിടെയെങ്കിലും പോയി ഹട്ടോയി കളകളെ വേട്ടയാടിയേ തീരൂ. അങ്ങനെയിരിക്കെ ഒരു വാർത്തയുമായിട്ട് ചാരന്മാർ എത്തി. ദൂരെ ഒരിടത്ത് 200-ഓളം കാലികളുടെ ഒരു കൂട്ടം മേയുന്നുണ്ട്. ചെറിയൊരു സംഘം ശത്രുക്കൾ മാത്രമേ പരിസരത്തുള്ളൂ. ഉടൻ പോയാൽ അവരെ തുരത്തി കാലികളെ സ്വന്തമാക്കാം. ചെറിയൊരു കൂട്ടത്തെ തുരത്താനായിട്ട് സൈന്യം മുഴുവൻ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ എല്ലാവരും തീരുമാനിച്ചു. ആരെങ്കിലും ഒരു പ്രഭു പോയാൽ മതി. നറുക്ക് വീണത് ട്രോങ്ക പ്രഭുവിന് തന്നെയായിരുന്നു. അദ്ദേഹമില്ലാതെ തമ്പിൽ കഴിയുവാനായിട്ട് ഭയന്നിരുന്ന റോബിനും വേട്ടയ്ക്കായിട്ട് ആ ഒരു ചെറു സൈന്യത്തോടൊപ്പം യാത്രയായി. എങ്കിലും മുമ്പ് ആ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ആക്രമണത്തിലേറ്റ പരിക്ക് കാരണം അവനെ അവരുടെ ഒപ്പം നീങ്ങാനായിട്ട് ആ വേഗതയിൽ നീങ്ങുവാനായിട്ട് സാധിച്ചില്ല. പിറ്റേ ദിവസം ഉച്ചയോടെ ഈ ട്രോങ്ക പ്രഭു റോബിനെ ഇവിടെ തിരുത്തിയ ശേഷം പറഞ്ഞു, നീ ഇവിടെ വിശ്രമിക്കുക, ഞാൻ പോയി യുദ്ധം ചെയ്ത് കാലുകളൊക്കെ എടുത്ത് തിരികെ വരാം. ഇവിടെ വെള്ളവും കിട്ടാനുണ്ട്, ആരുടെയും കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായിട്ട് ഒളിച്ചിരിക്കുക. അങ്ങനെ റോബിൻ അവിടെ തന്നെ കൂടി. സൈന്യം പ്രഭുവിന്റെ കൂടെ പോവുകയും ചെയ്തു. 2 ദിവസങ്ങളോളം കിഴങ്ങുകളും മറ്റും കഴിച്ച് റോബിൻ അവിടെ തന്നെ ഒളിച്ച് താമസിച്ചു. പക്ഷെ 3-ാം നാൾ അകലെ നിന്നും സൈന്യത്തിലെ 2 പേരും നിലവിളിച്ച് ഓടി വരുന്നത് കണ്ടതോടെ റോബിന് അപകടം മണത്തു. ഓടിക്കിതച്ചെത്തിയ അവൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാതിരുന്ന ആ വാർത്ത പറഞ്ഞു. റോബിനെ, അത് ചതിയായിരുന്നു, നാം യുദ്ധം തോറ്റു, ട്രോങ്ക പ്രഭു കൊല്ലപ്പെട്ടു. അത് കേട്ടതോടെ റോബിന്റെ കണ്ണിൽ ഇരുട്ട് കയറി. ഈ ദ്വീപിലെ ഏറ്റവും നല്ലവരും തന്റെ രക്ഷനുമായിട്ടുള്ള ആളാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ ഭാവി ഇതോടെ തീരുമാനമാക്കും. തിരികെ പാളയത്തിലെ പഴയ യജമാനൻ കാത്തിരിപ്പുണ്ട്. അവൻ ഒരു പാറയിൽ പിടിച്ചിരുന്നു. ശേഷം സംയമനം പാലിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അവരോട് തിരക്കി. അവര് ആ സംഭവം ഇങ്ങനെയാണ് പറഞ്ഞത്. അതൊരു വിശാലമായ പുൽമൈതാനമായിരുന്നു. ഒരാൾ പൊക്കമുണ്ടായിരുന്ന ആ പുല്ലുകളൊക്കെയും വേനൽക്കാലത്ത് ഉണങ്ങിയാണ് നിന്നിരുന്നത്. കാറ്റത്ത് ഇളകിയാടുന്ന പുൽക്കൂട്ടത്തിനിടയിലായിരുന്നു കാലുകൾ മേഞ്ഞിരുന്നത്. കുറച്ച് ദൂരെ മാറിയിട്ട് 20-ൽ താഴെ വരുന്ന ശത്രുക്കൾ നിലയുറപ്പിച്ചിരുന്നു. ഞങ്ങളാണ് ആദ്യം ആക്രമണം തുടങ്ങിയത്. അവർ ഭയന്ന് അടുത്തുള്ള കാട്ടിലേക്ക് പിൻവാങ്ങിയെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഞങ്ങൾ കാലുകളുടെ അരികിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരും മടങ്ങിയെത്തി. അപ്പോൾ അവരുടെ എണ്ണം മുൻപത്തേക്കാൾ ഇരട്ടിയുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയതോടുകൂടി കാട്ടിൽ നിന്നും കൂടുതൽ ശത്രുക്കൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. പരാജയം ഉറപ്പിച്ചതോടെ ഞങ്ങളിൽ ചിലര് പുലുകൾക്കിടയിലേക്ക് മാറി അവിടെ ഒളിച്ചിരുന്നു. പക്ഷേ ശത്രുക്കൾ പുല്ലിന് തീയിട്ട് അവരെ അപ്പാടെ കത്തിച്ചു കളഞ്ഞു. ധീരനായ ട്രോങ്ക പ്രഭു ഓടാൻ തയ്യാറാകാതെ അവരോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ഏറെ പരിക്കുകൾ പറ്റിയിട്ടും അദ്ദേഹം പൊരുതുന്നത് ഞങ്ങൾ ദൂരെ നിന്നും കണ്ടിരുന്നു. പക്ഷേ അധികനേരം പിടിച്ചു നിൽക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തെ അവർ പിച്ചി ചീന്തിക്കളഞ്ഞു. ഈ വാർത്ത അറിഞ്ഞതോടെ പാളയത്തിലാകെ നിരാശ പടർന്നു. അവർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രോങ്ക പ്രഭു ഇല്ലാതെ വൂസിൻഡനെ ജയിക്കാനാവില്ല എന്ന് തന്നെ പലരും കരുതി. സഹോദരന്റെ മരണവാർത്ത അറിഞ്ഞ നമ്മുടെ ബഫ്വാഗർ പ്രഭു പ്രതികാര ബുദ്ധിയോടെ വൻ സന്നാഹത്തോടു കൂടി തിരികെ ചെന്നിട്ട് ശത്രുക്കളെ അവിടെ നിന്ന് തുരത്തുകയും അനേകം പേരെ വധിക്കുകയും ഒട്ടനവധി ആളുകളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. അന്ന് രാത്രി റോബിൻ അദ്ദേഹത്തിന്റെ തമ്പിൽ രഹസ്യമായിട്ട് ചെന്നിട്ട് അഭയം ചോദിച്ചു. അവൻ തന്നെ മിയോവാരയ്ക്ക് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ കാലിൽ പിടിച്ച് അപേക്ഷിച്ചു. അവനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടേ മതിയാവൂ. അതിനായിട്ട് ബഫ്വാഗർ പ്രഭു ഒരു ഉപായം പറഞ്ഞു. നാളെ സൈന്യത്തെ പലതായിട്ട് വിഭജിക്കും, എല്ലാവരും തിരികെ പോകും. ഓരോ ഭാഗവും ഓരോ ദിശയിലേക്കാണ് നീങ്ങുക. റോബിൻ ഇന്ന് രാത്രി ഇവിടെ നിന്നും സ്ഥലം വിടണം. ട്രോങ്ക പ്രഭു മരിച്ചതുകൊണ്ട് തന്നെ അവൻ ഓടിപ്പോയി എന്ന് എല്ലാവരും കരുതും. പക്ഷെ റോബിനും അവന്റെ കൂട്ടിനുണ്ടായിരുന്ന അടിമകളും ഈ ബഫ്വാഗർ പ്രഭുവും സംഘവും പോകുന്ന ദിക്കിലേക്കാണ് രക്ഷപ്പെടുക. നേരത്തെ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് റോബിനും കൂട്ടിനും പ്രഭുവിനെ കാത്തു നിൽക്കും. അദ്ദേഹം ആ വഴി വരുമ്പോഴേക്കും അവര് അദ്ദേഹത്തിന്റെ കൂടെ കടന്നു കളയുകയും ചെയ്യും. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് റോബിൻ ഓടിപ്പോയി എന്ന് മാത്രമേ അറിയുകയുള്ളൂ. റോബിൻ ഓടിപ്പോയെന്ന് കരുതുന്നതോടെ പിന്നീട് വേറെ ആരും അന്വേഷിച്ച് പുറകെ വരികയുമില്ല. എന്തായാലും ആ തന്ത്രം ഫലിച്ചു. റോബിന് വേണ്ടിയിട്ട് പാളയത്തിൽ ആരൊക്കെയോ തിരയുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ എല്ലാവരും അവസാനം കരുതി. ദിവസങ്ങൾക്ക് ശേഷം ബഫ്വാഗർ പ്രഭു നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന സ്ഥലത്ത് വന്ന് അവനെ കൂടെ കൂട്ടുകയും ചെയ്തു. ഇത്രയും പ്രയാസപ്പെട്ട് ഭാഗ്യചിഹ്നവും പേറി സൈന്യത്തിന് മുന്നിൽ നടന്നതിന് പാരിതോഷികമായിട്ട് 2 പശുക്കളെയും ഒരു ജോലിക്കാരനെയും ഈ ബഫ്വാഗർ പ്രഭു റോബിന് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവന്റെ തന്ത്രങ്ങൾ ഫലിച്ചു. റോബിൻ വീണ്ടും കടൽ തീരത്ത് തന്നെ മടങ്ങിയെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് അവൻ നേരെ തന്റെ വീട്ടിലേക്ക് തന്നെ നടന്നു. ശേഷം കൊല്ലപ്പെട്ട ട്രോങ്ക പ്രഭുവിന്റെ വിധവയെ കാണുവാനായിട്ട് ചെന്നു. ആ രാജ്യം മുഴുവൻ തേങ്ങുകയായിരുന്നു. കാരണം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
എന്തായാലും റോബിൻ ഇപ്പോഴും ഈ ബഫോഗർ പ്രഭുവിന്റെ കൂടെ കൂടിയത് നന്നായി എന്ന് തന്നെ എല്ലാവരും പറഞ്ഞു. അദ്ദേഹവും തന്റെ സഹോദരനെ പോലെ തന്നെ നല്ലവനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ദ്വീപില് റോബിൻ കേൾക്കുവാനായിട്ട് ഏറ്റവും കൊതിച്ചിരുന്ന ഒരു വാർത്ത അവനെ തേടിയെത്തി. കിരീന്ദ്ര രാജാവ് വധിക്കപ്പെട്ടു. റോബിന്റെ സകല കൂട്ടുകാരുടെയും ക്യാപ്റ്റൻ യങ്ങിന്റെയും മരണത്തിനിടയാക്കി അവനെ ഈ നിലയിൽ കൊണ്ടെത്തിച്ച അയാളുടെ മരണം റോബിന് സന്തോഷമേകിയെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സൂത്രശാലിയായിട്ടുള്ള വൂസിൻഡൻ ആകെ ഭയന്നിരുന്നത് ധീരനായ ട്രോങ്ക പ്രഭുവിനെ മാത്രമായിരുന്നു. അദ്ദേഹം വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ചാരന്മാര് കിരീന്ദ്രന്റെ സൈന്യത്തെയാണ് രഹസ്യമായിട്ട് പിന്തുടർന്നത്. ഇവരുടെ ഈ വലിയ സൈന്യം വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും വൂസിൻഡന്റെ സൈന്യം ഈ കിരീന്ദ്ര രാജാവിന്റെയും മിയവാറുടെയും സംഘത്തിന്റെ പുറകെയാണ് രഹസ്യമായിട്ട് പോയത്. ഭൂരിഭാഗം പ്രഭുക്കന്മാരും തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോയി എന്ന് ഉറപ്പിച്ച ആ ഒരു രാത്രി വൂസിൻഡൻ ഒരു കനത്ത ആക്രമണം നടത്തി. കിരീന്ദ്ര രാജാവിനെയും കൂട്ടരെയും അവർ വെട്ടി നുറുക്കിക്കളഞ്ഞു. മിയാവാരോ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. എന്തായാലും കിരീന്ദ്രയ്ക്ക് തന്റെ ചെയ്തികൾക്കുള്ള പ്രതിഫലം കിട്ടി എന്ന് തന്നെയാണ് റോബിൻ കരുതിയത്. കിരീന്ദ്രയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു മക്കൾക്കും പിന്നീട് ആ സ്ഥാനം നേടിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല. ശക്തനായ മുന്നാൻ സാക്ക് പ്രഭുവിന്റെ സാന്നിധ്യമായിരുന്നു അതിന്റെ കാരണം. അവർ തമ്മിലുണ്ടായിരുന്ന കുടിപ്പകയുടെ ബാക്കി കഥ റോബിന് പിന്നീട് ഒരിക്കലും അറിയുവാനും സാധിച്ചില്ല. കാരണം അവൻ ഇപ്പോഴും അവരിൽ നിന്നും അനേകകാലം അകലെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ കൂടി റോബിൻ ശാന്തമായിട്ടുള്ള ഒരു ജീവിതം ആരംഭിച്ചു. ബഫോഗർ പ്രഭു അവനോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിരുന്നത്. അവർ വീണ്ടും കൃഷിയും മറ്റും ആരംഭിക്കുകയും സാധാരണ ജീവിതം തുടരുകയും ചെയ്തു. പക്ഷേ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ നശിച്ച ദ്വീപില് ഒന്നും സ്ഥിരമായിട്ട് നിലനിൽക്കുകയില്ല. കപ്പലുകൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള റോബിന്റെ കാത്തിരിപ്പ് വീണ്ടും തുടർന്നു. പക്ഷേ അങ്ങനെ എളുപ്പം ഇവിടെ നിന്നും രക്ഷപ്പെടുവാനും മനസമാധാനത്തോടെ ജീവിക്കുവാനും വിധി റോബിനെ അപ്പോഴും അനുവദിച്ചില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, വൂസിൻഡൻ പ്രഭുവിന്റെ അടുത്ത വരവ് നേരെ ഇങ്ങോട്ട് തന്നെയായിരുന്നു. അവസാനമായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചികിത്സാ ചെലവുകൾ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. 25% വരെയൊക്കെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി.